യേശുക്രിസ്തുവിന്റെ ഈ തിരുവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി സ്തുതിയും പറയാം. എന്താണ് നമ്മൾ കേട്ട വചനത്തെ നമ്മൾ മനസ്സിലാക്കിയത്? വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. ഇപ്പം നമ്മൾ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ചെറുക്കന് പെണ്ണെ ആലോചിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, ചെറുക്കന് ഇന്ന ക്വാളിഫിക്കേഷനാണ്, ചെറുക്കൻ്റെ വീട്ടുകാർ ഇന്ന ആളുകളാണ്, ഇന്ന തറവാടികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിന് ചേർന്നൊരു കുടുംബമായിരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടും. അതാണ് നമ്മുടെ ഒരു മിനിമം ആഗ്രഹം. അതാ നല്ല ആ ചെറുക്കന് ചേരുന്ന ഒരു പെണ്ണ്, അവന് പൊക്കം അതിന് ചേരുന്നതാണ്, വണ്ണം അതിന് ചേരുന്നത്, അങ്ങനെയെല്ലാം നമ്മൾ നോക്കും. വിദ്യാഭ്യാസം, കഴിവ്, സാമ്പത്തികം ഒക്കെ നമ്മളിങ്ങനെ യോജിക്കുന്നതാണോ നമ്മൾ നോക്കും. ഇവിടെ ഈ വചനം പറയുകയാണ്, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വണ്ണം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന്. അതാണ് പറയുന്നത്. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ചു. വേറെ ഒരു യോജിപ്പും അല്ല, വേറെ ഒരു താരതമ്യവും ഇല്ല. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നത. നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിലെ യേശുവിൻ്റെ വാക്കുകൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. അവിടെ സുവിശേഷകൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, യേശു തൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്ത അത്ഭുതമായിരുന്നു കാനായിലെ കല്യാണ വിരുന്ന് എന്ന്. അപ്പോൾ മഹത്വം പ്രകടിപ്പിക്കുക, എന്താണ് മഹത്വം പ്രകടിപ്പിക്കുക എന്നതുകൊണ്ട് പറയുക? തൻ്റെ സമയമായിട്ടില്ലെന്ന് യേശു പറയുന്നത് മഹത്വം പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. അപ്പൊ അവന്റെ മഹത്വം എന്താണെന്ന് ഫിലിപ്പി ലേഖനം 2:6 മുതൽ നമ്മൾ വായിക്കും. അവൻ ദൈവമായിരുന്നിട്ടും, അതാണ് അവന്റെ മഹത്വം, അവൻ ദൈവമാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇത്ര നാള് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ട് പീലിപ്പോസെ നീ പിതാവിനെ കാണുന്നില്ലേ? ഇതൊക്കെ യേശുവിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ യേശുവിൻ്റെ സമ്പന്നത എന്ന് പറയുന്ന മഹത്വം അല്ലെങ്കിൽ സമ്പന്നത എന്ന് പറയുന്നത് അത് ദൈവം ആണെന്ന് നമ്മൾ മറന്നു കളയരുത്. അപ്പോൾ എന്താണ് ഈ വചനത്തിന്റെ ആന്തരിക അർത്ഥം? നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ യേശുവിൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധമാണ് രൂപാന്തരപ്പെടുത്തേണ്ടത്. അല്ലാതെ അവരെ പോലെ ഇവരെ പോലെ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലെ വിശുദ്ധനെ പോലെ ഒന്നുമല്ല. ആ വിശുദ്ധയെ പോലെ ഈ വിശുദ്ധയെ പോലെ ആ വിശുദ്ധനെ പോലെ ഈ വിശുദ്ധനെ പോലെ അല്ലെങ്കിൽ ആ സ്ലീഹന്മാരെ പോലെ ഒന്നുമല്ല നിങ്ങളുടെ ആന്തരിക മനുഷ്യനായി തീരേണ്ടത്. പിന്നെയോ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന് യോജിച്ച വിധം എങ്ങനെയായിരുന്നോ യേശുവിന്റെ ജീവിതം, യേശുവിന്റെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ആന്തരിക മനുഷ്യൻ. ഭാഗ്യ മനുഷ്യനല്ലെന്ന് പ്രത്യേകം ഞാൻ പറയുകയാണ്. ഇത് വചനമാണ് കേട്ടോ. ഭാഗ്യ മനുഷ്യനല്ല. ഭാഗ്യ മനുഷ്യൻ ആളൊരു വില്ലനാ അല്ലേ? അച്ഛന്മാരെ കാണുമ്പം ബഹുമാനം കൂടും, മറ്റുള്ളവരെ കാണുമ്പം വേറൊരു ബഹുമാനം. ഇപ്പൊ ഒരു ധ്യാനത്തിന് പോയിരിക്കുവാണെങ്കിലും വലിയ ആത്മീയമായി വളർന്നവരൊക്കെ ആണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, അച്ഛന്മാരുടെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേനും അതിലൊക്കെ ഭയങ്കര താല്പര്യപൂർവ്വം അങ്ങനെ ഭാവിച്ചൊക്കെ അങ്ങിരുന്ന് കളയും. താല്പര്യപൂർവ്വമൊന്നുമല്ല, ഇറങ്ങി വരുമ്പോൾ പറയും ആ ഉറക്കം വരുമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നൊക്കെ പറയും. എന്നാലും അവരുടെ മുമ്പിൽ അങ്ങോട്ടൊരു പ്രത്യേക രീതിയിൽ, ഇപ്പം മത്രാൻ വന്നു, ആ മെത്രാനോടൊരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റമൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഗ്യ മനുഷ്യൻ ആളും തരവും നോക്കി പെരുമാറുന്നയാളാണ്. ആളും തരവും നോക്കിയിട്ട് ആരുടെ അടുത്താണ് വളയേണ്ടത്, ആരുടെ അടുത്താണ് നിവരേണ്ടത്, ആരോടാണ് ചിരിക്കേണ്ടത്, അതൊക്കെ എത്ര അളവിൽ ചിരിക്കണം, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, കൊടുത്താലുള്ള നേട്ടങ്ങൾ 10 പേരറിയുമോ അറിയപ്പെടുമോ, ഇതൊക്കെയുള്ള നോട്ടമൊക്കെ വെച്ചിട്ടാണ് ഈ ഭാഗ്യ മനുഷ്യന്റെ പെരുമാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് ഭാഗ്യ മനുഷ്യനെ കുറിച്ചല്ല ഇവിടെ പറയുക, ആന്തരിക മനുഷ്യനെ കുറിച്ചാണ്. ഉള്ളിലാണൊരു മാറ്റം ഉണ്ടാകേണ്ടത്, ഉള്ളിലാണൊരു മാറ്റം ഉണ്ടാകേണ്ടത്. ഉള്ളിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു തോത് വെച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതേ സമ്പന്നതയാണ്. അതുപോലെയാണ്, അതേ മഹത്വമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അത് 100 ഡിഗ്രിയാണെങ്കിൽ 100 ഡിഗ്രി വേണം.
അല്ലാതെ 75 ഒരു കാര്യവും ഇല്ല. അപ്പൊ അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നമ്മൾക്ക് നമ്മുടെ ആന്തരിക മനുഷ്യനെ രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണത് സംഭവിക്കുക? എങ്ങനെ നമുക്ക് നമ്മുടെ ആന്തരിക മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം മാറ്റാനായിട്ട് എങ്ങനെ സാധിക്കും? പരിശുദ്ധ കന്യകാ മറിയത്തിന് അടുക്കൽ ദൈവദൂതനായ ഗബ്രിയേൽ വരുമ്പോൾ മാതാവ് സംശയം ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോഴാണ് അതിനൊരു ആൻസർ കൊടുക്കുന്നത്. എന്താണ്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്റെ മേൽ ആവസിക്കാൻ പോകുന്നത് അത്യുന്നതന്റെ ശക്തിയാണ്. അപ്പോൾ നിന്റെ ആന്തരിക തലത്തിലൊരു വ്യത്യാസം ഉണ്ടാകും. നീ ഒരു ശിശുവിനെ ഗർഭം ധരിക്കും, അവൻ ദൈവപുത്രനായിരിക്കും. അപ്പൊ എന്നെ കേൾക്കുന്ന എന്നെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എങ്ങനെ സംഭവിക്കും? നമ്മുടെ ആന്തരിക മനുഷ്യൻ എങ്ങനെയാ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന് യോജിച്ച വിധം രൂപാന്തരപ്പെടും എന്ന് ചോദിച്ചാൽ, ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിന്റെ ആന്തരിക മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിലുള്ള വ്യക്തിയായി രൂപാന്തരപ്പെടും. അപ്പൊ അതാണ്, അതിൽ കുറച്ചൊന്നുമല്ല നമ്മൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ആന്തരിക മനുഷ്യനെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണം. ഭാഗ്യ മനുഷ്യൻ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന രീതിയിലുള്ള ഒരുപാട് നാട്യങ്ങളൊക്കെ നടത്തും. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കുക എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും തീപ്പൊരി സ്തുതിപ്പാണ്. അങ്ങനെയാണ്. അതിനിടയ്ക്ക് കണ്ണുറന്ന് നോക്കും, എന്തോരം എത്തി, എങ്ങനെയായി, തീരുന്നുണ്ടോ, തീരാൻ പോകുന്നുണ്ടോ, അങ്ങനെ. അതൊരു ഭാഗ്യ മനുഷ്യന്റെ കുറെ പ്രവണതകളാണ്. എന്നാൽ ആന്തരിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിച്ചാലും തീരുകയില്ല. ടൈം ഒട്ടും ശരിയാ അവന് അങ്ങ് ഇതാക്കാൻ പറ്റുകയില്ല. ഈ ഭാഗ്യ മനുഷ്യൻ കുർബാനയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ എത്ര നേരമുണ്ട് കുർബാന, എങ്ങനെയുണ്ട് കുർബാന, ആ അച്ഛൻ്റെ കുർബാനയും ഇവരുടെ കുർബാന എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഈ ഭാഗ്യ മനുഷ്യൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും കേട്ടോ. എന്നാൽ ആന്തരിക മനുഷ്യൻ അങ്ങനെയല്ല. ആന്തരിക മനുഷ്യൻ ശരിക്കും രൂപാന്തരപ്പെടുവാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശുവിന്റെ മഹത്വത്തിന് യോജിച്ച വിധമാകുവാണെങ്കിൽ, ഈ ആന്തരിക മനുഷ്യന് ദൈവത്തോട് സംസാരിച്ചാലും ഒരിക്കലും അതിനൊരു അവസാനം, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന കാര്യം പുള്ളി ആഗ്രഹിക്കുകയല്ല ഈ ആന്തരിക മനുഷ്യനെ. കാരണം അവൻ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധമാണ് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നമ്മുടെ ആന്തരിക മനുഷ്യൻ മാറിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കൂട്ടുവാ വരും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവും. പ്രാർത്ഥിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാകുകയില്ല. ആളുകളെയൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. സുന്ധ്യാനത്തിനാണെങ്കിലും കയറുന്നത് അവരെന്നാ വിചാരിക്കും ഓർത്തുകൊണ്ട് കയറുന്നു. അങ്ങനെ നമ്മളൊരു എന്താ പറയുക, ഒരു നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ ഇങ്ങനെ സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസം ഇന്ന് നമ്മൾ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഈ പെന്തക്കോസ്ത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. നമ്മുടെ ആന്തരിക മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ പൂരിതമാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ആ മറ്റു വചനത്തിൽ ഇങ്ങനെ വായിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും എല്ലാം നിനക്ക് മനസ്സിലാകാൻ സകല വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതി നീളവും എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ട് ദൈവമഹത്വത്തിന് അവന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം മാറുമ്പോൾ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്കും ബന്ധത്തിലേക്കും ദൈവം നമ്മളെ കൊണ്ടുപോകും. ഇതിനെയാണ് റോമാലേഖനം 8:14 പറയുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. ആന്തരിക മനുഷ്യൻ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, അവന്റെ മഹത്വത്തിന് ചേർന്ന വിധം രൂപാന്തരപ്പെട്ടില്ല, കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആന്തരിക മനുഷ്യന് ശരിയായ രീതിയിലുള്ള ഒരു യേശുവിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധമുള്ള ഒരു രൂപാന്തരീകരണം ആന്തരിക മനുഷ്യർ വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ചും അനുസരണക്കേടിന്റെ മക്കളുടെ അന്തരീക്ഷ ശക്തികളുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഈ ആന്തരിക മനുഷ്യൻ വ്യാപരിക്കാനായിട്ട് തുടങ്ങും. അതായത്, ഇപ്പൊ എനിക്ക് സിനിമയ്ക്ക് പോകാൻ തോന്നി, എന്നാ പോയേക്കാം. കൂട്ടുകാർ വിളിച്ചു, എന്നാ പിന്നെ അങ്ങോട്ട് ടൂറിന് പോയേക്കാം. എന്നാൽ പിന്നെ നമുക്ക് ടൂറിന് പോയേക്കാം. എന്നാ ഒഴിവുള്ളത് നോക്കുന്നു, ഡേറ്റ് നോക്കുന്നു, കാശ് തെറ്റ് ചെയ്യുന്നു, നമ്മളെ വീട്ടുകാർ പറയുന്നു, നമ്മളവിടെ റൂം ബുക്ക് ചെയ്യുന്നു, നമ്മളങ്ങ് പോകുന്നു. അല്ലെങ്കിൽ വീട്ടുകാർ പറയുകയാണ് അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ, എന്തൊക്കെയാണോ മറ്റുള്ളവരുടെ സജഷൻ അല്ലെ നമ്മുടെ സജഷൻ, അത് നമ്മൾ അങ്ങ് നടപ്പിലാക്കുകയാണ്.
നമുക്ക് തോന്നിയതുപോലെ. അങ്ങനെ നമുക്ക് തോന്നി ഇങ്ങനെ ചെയ്യണമെന്ന്, നമുക്ക് തോന്നി അത് ചെയ്യണമെന്ന്, നമുക്ക് തോന്നി അത് മേടിച്ച് കഴിക്കണമെന്ന്, നമുക്ക് തോന്നി അത് മേടിച്ചു കൊടുക്കണമെന്ന്, നമുക്ക് തോന്നി അവരുമായിട്ട് പോയി ഒരു കമ്പനി കൂടണമെന്ന്, നമുക്ക് തോന്നി അവരുമായിട്ട് കുറച്ചു നേരം വർത്താനം പറയണമെന്ന്. അങ്ങനെ തോന്നിയ പോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ഒരു തോന്നിവാസിയാണ്. തോന്നിയതനുസരിച്ച് ജീവിക്കുക. എന്നാൽ ദൈവത്തിന്റെ ഇംഗിതം തിരിച്ചറിഞ്ഞ് ആന്തരിക മനുഷ്യൻ അവിടുത്തെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം മാറിയ ആളാണെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാനും ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുന്നവരെ വരെ കാത്തിരിക്കാനും ദൈവേഷ്ടം വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് സന്തോഷത്തോടെ പെരുമാറാനും ആന്തരിക മനുഷ്യന് വലിയ ദാഹമായിരിക്കും, ശരിയായ രീതിയിൽ. അപ്പൊ അതുകൊണ്ട് നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രമാണ് നമ്മളെ ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ, ബലപ്പെട്ടിരിക്കുന്നത് തിരിച്ചറിയാൻ, നമ്മൾ ജഡത്തിന്റെ താല്പര്യങ്ങളിലാണോ നമുക്ക് ആനന്ദം, ആത്മാവിന്റെ താല്പര്യങ്ങളിലാണോ നമുക്ക് ആനന്ദം എന്ന് തിരിച്ചറിയണം. അതാണ് വേണ്ടത്. ജഡത്തിന്റെ കാര്യങ്ങളിലാണ് താല്പര്യമെങ്കിൽ അതാണ് ആനന്ദം ഉണ്ടാക്കുക. കുറെ നേരം റീൽസ് കണ്ടു, അതിലൊരു ആനന്ദം, അത് കേട്ടു ഇത് കേട്ടു, കുറച്ച് ചിരിക്കാനുള്ള സാധനം കണ്ടു, അത് 10 പേർക്ക് അയച്ചു കൊടുത്തു, അങ്ങനെ ഫോണും എടുത്തു വെച്ച് അങ്ങനെ അതിലങ്ങനെ ആനന്ദിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും പിള്ളേരോ മറ്റാരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാമെന്ന കലിപ്പായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ആന്തരിക മനുഷ്യൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തിനാണ് നമ്മൾ ആനന്ദം കണ്ടെത്തിയത്? നിങ്ങൾ ഓർക്കുന്നില്ലേ പരിശുദ്ധ കന്യാമറിയം അന്ന് പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് നമ്മുടെ ആനന്ദ വിഷയം. രക്ഷകനായ ദൈവമായി മാറുകയാണ് എങ്കിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലവാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒന്നിന്റെ പുറകിലും കാഴ്ചയുടെ, കേൾവിയുടെ, ഇഷ്ടങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സജഷന്റെ പുറകെ ഒന്നും പോവുകയല്ല. ആളൊരു സ്ട്രോങ് മാൻ ആയിരിക്കും ഉള്ളുകൊണ്ട്. ശരിക്കും ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിലനിൽക്കുക. അതാണ് ആന്തരിക മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു നിക്കോദോമസിനോടൊക്കെ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3 നമ്മൾ വായിക്കും, നീ വീണ്ടും ജനിക്കാതെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയല്ലെന്ന്. വീണ്ടും ജനിക്കേണ്ടത് ആരാ? ഈ ആന്തരിക മനുഷ്യനാണ് വീണ്ടും ജനിക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യ മനുഷ്യൻ പെട്ടെന്ന് എല്ലാം ഒബ്സർവ് ചെയ്യും. ഭാഗ്യ മനുഷ്യന് കാര്യങ്ങളെല്ലാം നല്ലപോലെ ഇത് ചെയ്യാനായിട്ട് അറിയാം. കാര്യങ്ങളെല്ലാം ഓർഡറിലാക്കി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നല്ല പിള്ളയാകാൻ ഈ ഭാഗ്യ മനുഷ്യന് വളരെ നന്നായിട്ട് അറിയാം കേട്ടോ. അതല്ല മറ്റുള്ളവരെ പറ്റിക്കുന്നത് ഒരു അവസ്ഥ. പക്ഷെ പ്രാർത്ഥിക്കുന്നതായിട്ട് ഭാവിക്കുന്നു, അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്നതായിട്ട് ഭാവിക്കുന്നു, ചെയ്ത പുണ്യങ്ങളൊക്കെ നോട്ടീസ് അടിച്ച് വാട്സപ്പിൽ കൊടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്ത് ആനന്ദിക്കുന്നു, അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ. അങ്ങനെയാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നതെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ആകുകയല്ല, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതൊക്കെ ഒരു പ്രധാനപ്പെട്ടതും ഏറ്റവും ഡീപ്പായ കാര്യമാണ്. ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന കുരിശുകള്, അവഗണനകള്, ദൈവം അനുവദിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതെല്ലാം ദൈവം അനുവദിച്ചതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാൻ പറ്റുക. അതാണ് അവിടെ പറയുക. അതുകൊണ്ടാണ് പറയുക നമ്മൾ ദൈവത്തെ അവിടുത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഒരു വചനം ഇവിടെ കിടപ്പുണ്ട് ഈ വചനഭാഗത്തില്. വിശ്വാസം മൂലം ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ആത്മാവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു അടിയുറയ്ക്കൽ ആവശ്യമാണ്. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന്. ക്രിസ്തു എവിടെയാണ് വസിക്കേണ്ടത്? സക്രാരി നമ്മുടെ ഹൃദയമായിട്ട് മാറ്റണം നമ്മൾ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ സ്നേഹത്തിൽ വേരുപാകുക. ഈ വേരെവിടെയാ കിടക്കുന്നത് അതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15 പറയുക, 1 മുതൽ വാക്യങ്ങളിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ്. അപ്പോൾ നമ്മളെ ക്രിസ്തുവിലാണ് നമ്മുടെ വേരെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവരസങ്ങളായ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ന്റെ 22-23 വാക്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ സ്നേഹം, സമാധാനം, ക്ഷമ, നന്മ, സൗമ്യത, ആത്മസംയമനം, അങ്ങനെ
നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കും നമ്മൾ ആ യേശുക്രിസ്തുവിൽ നിന്ന് വേര് വഴി സ്വീകരിക്കുക. അപ്പോൾ സമാധാനത്തിൻ്റെ ഫലം ഉണ്ടാക്കി ദൈവപുത്രന്മാരാകാൻ പറ്റും, കരുണ കാണിച്ച് ദൈവമക്കളാകാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ഒരു വ്യത്യാസം ഉണ്ടാകും. അതിനെ മാനസാന്തരം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം നമുക്ക്. ഇതും ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പം നമ്മൾ വേരുറയ്ക്കേണ്ടത് എവിടെയാണ് നമ്മൾ വേരുറയ്ക്കേണ്ടത്? നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയ 1 യോഹന്നാൻ 2:15 മുതലുള്ള വാക്യങ്ങളൊക്കെ പറയുന്നില്ലേ, ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നിങ്ങൾ സ്നേഹിക്കരുത്, എന്തെന്നാൽ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. അപ്പോൾ നീ വേരുപാകേണ്ടത് കടന്നു പോകുന്ന ഒന്നിലായിരിക്കരുത്. അങ്ങനെ വേരുപാകിയാൽ എന്ത് സംഭവിക്കും? നീ ഒന്ന് അടി ഉറച്ചെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ 5-6 കായും പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ലോകത്തിലും ലോകമോഹങ്ങളിലുമാണ് വേരുറപ്പിച്ചതെങ്കിൽ അതങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ വേര് അനാവൃതമാകും, നമ്മുടെ ജീവിതം പൊളിഞ്ഞു പോകും, നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ തകർക്കപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും എന്ന് പറയുന്നത്. അപ്പൊ നീ വേരുറപ്പിക്കേണ്ടത്, നമ്മൾ ആത്മാവിൽ ശരിക്കും വേരുറപ്പിക്കേണ്ടത് യേശുക്രിസ്തുവിലായാൽ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ ഉള്ള സ്നേഹം, മാറാത്ത സ്നേഹം, ക്രിസ്തുവിലുള്ള ക്ഷമ, ഏത് പ്രശ്നത്തിലും അടിപതറാത്ത ക്ഷമ, യേശുവിലുണ്ടായിരുന്ന വിശ്വാസം, യേശുവിലുണ്ടായിരുന്ന കാരുണ്യം, യേശുവിലുണ്ടായിരുന്ന നന്മ പ്രവർത്തിക്കാനുള്ള കഴിവ്, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ആത്മസംയമനം, ഇതെല്ലാം നമുക്ക് കിട്ടും. നമ്മളിതെല്ലാം ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ കൊഴുത്തു സമ്പന്നരാകും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളികളാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് യേശുവിൻ്റെ വലിയ ആളായിട്ട് നടക്കും, നാളെ യേശുവിൻ്റെ ദുർസാക്ഷികളായിട്ട് മാറും. അങ്ങനെ ഒരു അപകടമുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേര് ശരിക്കും യേശുക്രിസ്തു തന്നെയാണോ ഉറപ്പിച്ചതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ സ്വഭാവം പരിശോധിച്ചാൽ മതി. നമ്മുടെ ദേഷ്യഭാവം, നമ്മുടെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ താല്പര്യങ്ങളും പ്ലാനുകളും ഒക്കെ നിറവേറ്റപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമ്മൾ യത്നിക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം യേശുക്രിസ്തുവിൽ വേരുവാകാനായിട്ട് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് ഭരമേൽപ്പിച്ചാൽ മതി. യേശുക്രിസ്തുവിൽ വേരുവാകാൻ യേശുവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ താല്പര്യം, യേശുവിൻ്റെതായ എല്ലാം. യേശു എങ്ങനെയാണോ എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നയാളായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം അതായിരുന്നു യേശു എപ്പോഴും ലക്ഷ്യം വെച്ചിരുന്നത്. അതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടാനുസൃതം ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് വരണം. അവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിലേക്ക് രൂപാന്തരപ്പെട്ടു പോവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിൽക്കുമ്പോഴും ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം വഴിയായി മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മളെ സത്യത്തിൽ ജീവിപ്പിക്കേണ്ടത്. എൻ്റെ ജീവിതം ക്രിസ്തുവാണ്, മരണം എനിക്ക് നേട്ടമാണെന്നൊക്കെ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ക്രിസ്തുവിൽ വേരുറപ്പിക്കാത്ത ഒരാൾക്ക് ജീവിതം ക്രിസ്തുവാകത്തേയില്ല. പണത്തിലാണ് വേരുറപ്പിച്ചെങ്കിൽ അവൻ്റെ ജീവിതം പണമല്ലേ. ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അത് അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പന് രോഗം വന്നാൽ പോലും അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാ ചോദിച്ചാലും അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് കടവല്ലേ, എനിക്ക് അതല്ലേ ഇതല്ലേ. അങ്ങനെ ഏതിലാണോ നീ വേരുറപ്പിച്ചത്, നീ ഇനി മറ്റേ കൂട്ടുകെട്ടുകളിലാണോ വേരുറപ്പിച്ചത്? അപ്പം നിനക്ക് ഭാര്യയുടെ അടുത്തിരിക്കാൻ നേരമില്ല, നിനക്ക് പിള്ളേരുടെ അടുത്തിരിക്കാൻ നേരമില്ല, അപ്പൻ്റെ അമ്മ എടുത്ത് നേരമില്ല. നീ കൂട്ടുകാരിലാണ് വേരുറപ്പിച്ചെങ്കിൽ അവരെടുത്ത് പോയിരിക്കും. നീ നിന്റെ ഭാര്യയിലാണ് വേരുറപ്പിച്ചെങ്കിലോ നീ പിന്നെ പള്ളിയിലും പോകുന്നില്ല, വട്ടക്കാരൻ്റെ അടുത്ത് പോകുന്നില്ല, നീ ഭാര്യയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഒരു ജീവിതശൈലി. അപ്പം നമ്മൾ എവിടെയാണ് വേരുറപ്പിക്കുന്നത്? മക്കളിൽ വേരുറപ്പിക്കുന്നവരുണ്ട് അല്ലേ? മക്കളുടെ പഠനം, മക്കളുടെ ജീവിതം, മക്കളുടെ സുഖം, മക്കളുടെ ഇഷ്ടം. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയാണ് ജീവിതം. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു
ജീവിത ശൈലി. അപ്പോൾ നീ വേരുറച്ചത് ഇതിൻ്റെ അകത്താണ്. പ്രശസ്തി വേരുറയ്ക്കുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെ പ്രശസ്തരാകാമെന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ആരെ കൊന്നാലും ആര് ചത്താലും കുഴപ്പമില്ല, എനിക്ക് ഇച്ചിരി പ്രശസ്തിയും പേരും ഒക്കെ വേണം. പിള്ളേർ പറഞ്ഞ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് നമ്മുടെ കൈയടിക്കുന്നവരും ഒക്കെ നമുക്ക് വേണം. അതനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുക. ഞാൻ പറഞ്ഞു വന്നു വരുന്നത്, നീ ക്രിസ്തുവിലെയാണ് വേരുറപ്പിച്ചതെങ്കിൽ ഇങ്ങനെ ഇതിനൊന്നും പോകല. കാരണം എന്താണ്? തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു അവൻ ദൈവമായിരുന്നതും ദൈവമായ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചു, തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി എന്നൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അപ്പൊ ക്രിസ്തുവിൽ വേരുറച്ചയാളാണെങ്കിൽ നീ ഈ ഭാവത്തിലായിരിക്കും നിൽക്കുക. തന്നെ താഴ്ത്താൻ ഒരു പ്രയാസവും ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കുമ്പോൾ നിനക്ക് അംഗീകരിക്കാൻ പറ്റും, നീ പൊട്ടിത്തെറിക്കും. നീ സംസാരിക്കാൻ നിനക്ക് പറ്റുകയില്ല, നീ ബഹളം ഉണ്ടാക്കും. എന്നെ മാനിച്ചില്ല, സ്നേഹിച്ചില്ല, എന്നെ അംഗീകരിച്ചില്ല, എന്നെ അവരും ഞാൻ കറുത്തതായതുകൊണ്ടാണ്, എനിക്ക് കാശില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഈ എവിടെയാണോ വേരുറപ്പിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ രീതികൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ വേരുറപ്പിച്ചു കഴിഞ്ഞാലത്തെ ഗുണം എന്താ? ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ പെരുമാറ്റം എല്ലാം നമുക്ക് ലഭിക്കും. യേശു മറ്റുള്ളവർ ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും, യേശു സ്നേഹിച്ചതുപോലെ അവസാനം വരെ ഞാൻ എനിക്ക് തന്നവരെ ഞാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് പിതാവിനെ ഏൽപ്പിച്ചവരെ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം, അല്ലേ? ആ സ്നേഹത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. യേശുക്രിസ്തു നമ്മൾ വേരുറപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും. അപ്പം ആ വ്യക്തി എന്താ പറയുക, പൊട്ടിത്തെറിക്കുന്നതോ പ്രശ്നം ഉണ്ടാക്കുന്ന ആളൊന്നും ആയിരിക്കില്ല. സമാധാനവും സ്വസ്ഥതയും ഒക്കെ കൊണ്ട് ആ വ്യക്തി നിറയും. അപ്പം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഒരു ടോട്ടലായിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു ഒരു ഒരു മാറ്റമാണ് വേണ്ടത്. അത് ബാഹ്യതലത്തിലല്ല, അത് ആത്മാവിൻ്റെ തലത്തിൽ തുടങ്ങേണ്ടതാണ്, ആന്തരിക മനുഷ്യനിൽ തുടങ്ങേണ്ടതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ആ വ്യത്യാസം അവിടുത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനിടയാകട്ടെ. ആ വചനഭാഗം അങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സമ്പൂർണത, അറിവിനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ സമ്പൂർണത, അതിനകത്ത് പിന്നെ ഒന്നുമില്ല. ആ വചനം നിങ്ങൾ ഓർക്കുന്നില്ലേ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ സമ്പൂർണത. അതല്ലാതെ ദൈവം മറ്റൊന്നും നമ്മളിന്ന് ആഗ്രഹിക്കുന്ന പോലുമില്ല. നീ ഒരു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. അതാണ് നമ്മൾ സമ്പൂർണരാകുക. ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകണം. അതിനുണ്ട് വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു ടോട്ടൽ, ഒരു പൂർണ്ണമായ ഒരു വ്യത്യാസം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ആന്തരിക മനുഷ്യനെ ബാഹ്യ മനുഷ്യനെ ആദ്യം ഒന്ന് മാറ്റി ഒരു പേഴ്സണലായിട്ട് എവിടെയെങ്കിലും ഒരു 10-20 മിനിറ്റ് ഇരുന്ന് എൻ്റെ ആന്തരിക മനുഷ്യനെ എങ്ങനെയുണ്ട്, എൻ്റെ ബാഹ്യ മനുഷ്യനെ എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടെത്തണം. നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള ദാഹവും ഓട്ടവും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഈ ആന്തരിക മനുഷ്യൻ ആത്മാവിലാണ് പൂരിതനാകേണ്ടത്. ആത്മാവിലാണ് അതിന് രൂപാന്തരം വരേണ്ടത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ദൈവത്തെ കാണിക്കണം. ജോബ് പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ ഞാൻ കർത്താവിനോട് പറഞ്ഞു. നമ്മുടെ അവസ്ഥ ദൈവം മുമ്പാകെ നമ്മൾ ആര് കാണിച്ചു കൊടുക്കുന്നോ അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് വിശുദ്ധ ബൈബിൾ ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാത്ത ആളാണെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എങ്ങനെയും ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തട്ടുമുട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി ഒളിച്ചോടുന്നവരായി മാറും.
ആന്തരിക മനുഷ്യന് ശക്തിപ്പെടാത്ത ആളാണെങ്കിൽ. എന്നാൽ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടയാളാണെങ്കിൽ ആൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. അതിൻ്റെ ഉദാഹരണമാണ് നമുക്കറിയാം വിശുദ്ധ പത്രോസ്ലീഹ. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാതിരുന്നു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ യേശുവിൻ്റെ പ്രത്തോറിയത്തിൽ, മറ്റേ യേശുവിനെ കൊണ്ടുവന്ന് തല്ലുന്ന പിലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ വെച്ച് പലരും ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ ശിഷ്യനല്ലായിരുന്നോ? നീ ഗലീലക്കാരനല്ലേ? നിന്റെ വർത്താനം കേട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. നിന്നെ ഞങ്ങൾ അവിടെ ഒലിവുമലയെ കണ്ടായിരുന്നല്ലോ. വേലക്കാരി പറയുന്നുണ്ട് ഇവനും അവൻ്റെ ശിഷ്യൻ തന്നെയാണെന്ന്. അപ്പോഴൊക്കെ പറഞ്ഞ് നിഷേധിക്കുകയാണ്. എനിക്ക് അവനെ അറിയ പോലുമില്ല, അവനാരാ എന്നെ കൊണ്ട് പറയല്ലോ, ഞാൻ ആണയിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങനെ ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു പരിചയവും ഇല്ല, എനിക്ക് അവനെ അറിയ പോലുമില്ല. ഇതാണ് ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്ഷ്യം നൽകേണ്ട, ക്രിസ്തുവിന് സാക്ഷ്യം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പം അവരെങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി, താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും. അതാണ് സംഭവിക്കുക. അപ്പൊ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് സാക്ഷികളാകാൻ പറ്റത്തേയില്ല, സാക്ഷികളാകത്തില്ല നമ്മൾ. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നതനുസരിച്ചാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നില്ല? ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, ഇപ്പം നിങ്ങൾ ഓർക്കുന്നില്ലേ, 10-39 പേരെത്തി ഒരു ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ട് അവരോട് യേശുവിനെ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും ഉണ്ടയ്ക്ക് വേണ്ടി അവരെ നെഞ്ചു വിരിച്ച് കാണിച്ചു കൊടുത്തു. അവരും എല്ലാം മരിച്ചുപോയി, അവരെല്ലാം കൊന്നു കളഞ്ഞു. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ കാണുക തന്നെ അവരുടെ, എനിക്കൊന്ന് തലയറുത്ത് മാറ്റും, അങ്ങനെ എന്തോ ചെയ്ത് ഞാൻ മറന്നുപോയി സംഭവം. ഞാൻ കണ്ടായിരുന്നു അത്. ഞാൻ പറഞ്ഞു വരിക, ഈ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടത് കൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇവിടത്തെ ജീവിതം തീർന്ന ഉടനെ അടുത്ത ജീവിതത്തിലേക്ക് പോവുക, ദൈവത്തോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന്. അതുകൊണ്ട് ചത്താൽ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റി. അതാണ് ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടാലുള്ള ഗുണം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ അന്ന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ അവർ മറ്റുള്ളവര് യേശുവിൻ്റെ ആളാണെന്ന് പറയുമ്പോൾ ആന്തരിക മനുഷ്യനെ ബലപ്പെടാത്തതുകൊണ്ട് അതിനെ അങ്ങ് തള്ളിക്കളയുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കുറച്ചും കൂടെ പ്രയാസകരമായ ജീവിത രീതിയിലൂടെയാണ്, ജീവിതാവസ്ഥയിലൂടെയാണ് നമ്മൾ പോവുക. കേരളത്തിനകത്തും പുറത്തുമെല്ലാം അനേക സ്ഥലങ്ങളിൽ ക്രിസ്തു സാക്ഷികളാണെന്ന് അറിയുമ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് യേശുവിനെ ഏറ്റുപറയാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെട്ടവനാണെങ്കിലാണ് നമ്മൾ ഏത് പ്രതിസന്ധികളിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക. ആന്തരിക മനുഷ്യന്റെ ആ ഭാവം അത് വലിയ 100 ധ്യാനം കൂടുവൊന്നുമല്ല. പരിശുദ്ധാത്മാവിന്റെ ആ അടിയുറച്ച ഒരു നിലപ്പുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മീഡിയയിൽ കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു റോസമ്മ എന്ന് പറഞ്ഞ കണ്ണ് കാണാത്തൊരു സഹോദരി, അവര് കോട്ടയം കളത്തപ്പിടിയില് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന കണ്ണില്ലാത്ത ഒരു അന്ധയായ സഹോദരിയാണ്. അവർക്ക് മനസ്സിലായി അവരെടുത്തു വെക്കുന്ന ടിക്കറ്റുകളൊന്നും ആരെ മോഷ്ടിച്ചു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞ് അവരൊരു പെൻ ക്യാമറയൊക്കെ ദേഹത്ത് സംഘടിപ്പിച്ചു വെച്ചു. അങ്ങനെ ഈ ലോട്ടറി കള്ളൻ വന്നു, ആളെ പിടുത്തം കിട്ടി. അപ്പോൾ ആളാദ്യം നിഷേധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനെ പെൻ ക്യാമറയുണ്ട്, ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അവിടെ നുണ പറയുകയൊന്നും വേണ്ട. അങ്ങനെ ഏതായാലും അയാളെ പിടിച്ചു. എന്നാൽ അത് പോലീസിൽ ഏൽപ്പിക്കുകയൊന്നുമല്ല അവർ ചെയ്തത്. അവരവരോട് ക്ഷമിച്ചു. അവൻ്റെ ആ വീഡിയോ ഒന്നും കൊടുക്കുകയല്ല, പുറത്ത് കാണിക്കുകയല്ലെന്ന് ഉറപ്പ് കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റുള്ളവർ അവരോട് സംസാരിച്ചു. ഇത്രയും വലിയ നഷ്ടമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തവനോട് എന്തിനാണ് നിങ്ങൾ ക്ഷമിച്ചത്? പോലീസിൽ കൊടുത്തവൻ 4 ഇടിയൊക്കെ കൊടുത്തവന് നല്ലവനാക്കാൻ പോലീസുകാരുടെ കൈ കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ സഹോദരി പറയുന്ന വാക്കുണ്ട്, ഞാൻ എന്നും പള്ളിയിൽ പോവും, ഞായറാഴ്ചയൊക്കെ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പള്ളിയിൽ നിന്ന് അങ്ങ് പഠിപ്പിച്ചത് അങ്ങനെയൊന്നുമല്ല, അവനോട് ക്ഷമിക്കണമെന്നാണ്. അവനോട് ക്ഷമിക്കുക, അത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ അവനോട് ക്ഷമിക്കുവാണ്. ഞാൻ അവൻ്റെ ഒരു ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കത്തൊന്നുമില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ അതാണ് അറിഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഭാഗ്യവും ആന്തരികവും ഒരുപോലെ തന്നെ ആയിരിക്കണം, നിർബന്ധമാണ്. അത് തേനട പോലെയാണ്. തേനടയ്ക്ക് കുത്തിയാലും തേൻ വരും, ഇടിച്ചാലും തേൻ വരും, മുറിച്ചാലും തേൻ വരും. അതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ആ യേശുക്രിസ്തുവിൻ്റെ അതേ
ആന്തരികതയും ബാഹ്യതലത്തിലും അതേ ലെവലിൽ നിൽക്കണം. അതാണ് ഈ സഹോദരി പറഞ്ഞത്. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ദരിദ്രയാണേലും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ സമ്പന്നയാണെന്ന് ആ സഹോദരി പറയുന്ന ഒരു വേർഡുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ സമ്പന്നയാണ്. അതാണ് അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത ആ സ്ത്രീ ഉൾക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നീ ഒരു സമ്പന്നയായ വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്ന നിന്റെ കഴുത്തേലുള്ള മാലയുടെ വണ്ണമോ, അല്ലെ നീ വന്ന കാറിൻ്റെ വിലയോ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരുടെയൊക്കെ സമ്പന്നതയുടെ ഒരു സുഹൃത്ത് വലയങ്ങളോ ഒന്നുമല്ല നീ സമ്പന്നയാണോ ദരിദ്രയാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഇടയാവുക. അത് നമ്മൾ ആത്മാവിൽ നിറയുന്നതനുസരിച്ചാണ്. ആത്മാവിൻ്റെ നിറവിൻ്റെ സമ്പന്നതയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഴ്ച, അത് നമ്മുടെ ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ആന്തരിക മനുഷ്യൻ എപ്പോഴും ഭാഗ്യ മനുഷ്യനോട് യുദ്ധം വെട്ടും. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഈ ആന്തരിക മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി ഒരിക്കലും ഭാഗ്യ മനുഷ്യൻ പെരുമാറുകയില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരിക തലങ്ങളെ ബലപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആന്തരിക തലങ്ങളെ ബലപ്പെടുത്തുക എന്നുള്ളത്. ആന്തരിക തലം ബലപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അനന്യാസും സഫീറായും. അവരുടെ പറമ്പ് വിറ്റ പൈസ അവരുദ്ദേശിച്ചതിനേക്കാളും വലിയൊരു തുക വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ തുക, അവർക്ക് ആ പറമ്പ് വിറ്റ പൈസ മുഴുവനും ഒരു പരിചയമില്ലാത്ത ഈ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടേ വെച്ച് നാട്ടുകാരെ തീറ്റിക്കാൻ എത്ര ആലോചിച്ചിട്ടും അവർക്ക് പറ്റുന്നേയില്ല. അതാണ് ആന്തരിക മനുഷ്യനും ഭാഗ്യ മനുഷ്യനും രണ്ട് തട്ടാണെങ്കിൽ വരുന്ന സംഭവമാണ് ഞാൻ ഈ പറയുക. അപ്പം അതുകൊണ്ട് അനന്യാസും സഫീറയെ സംബന്ധിച്ചിടത്തോളം അവർ ആ പണത്തിന് സ്ഥാനം കൊടുത്ത് അവസാനം അവർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരെ സംബന്ധിച്ചിടത്തോളം അവർ അസ്തിത്വം ഇല്ലാത്തവരായി മാറി. അതാണ് സംഭവിക്കുക. അനന്യാസിനും സഫീറായിക്കും ഒരസ്തിത്വം ഇല്ലാതെയായിപ്പോയി. അവരുടെ ഉള്ളിൽ കപടതയായിരുന്നു. അവരുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാതെയാണ് അവര് അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേർന്ന് നിന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകാൻ പാടില്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും ഒരുപോലെ ആത്മബലം പ്രാപിക്കണം. എമ്മാമസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പുറകെ കർത്താവ് പലകാല തന്നെ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരെ ആന്തരിക മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് അവർ യേശുവിനോട് പറയുക, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ പോയി അവർ ഞങ്ങളെ അതിശയിപ്പിച്ച് കളഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റെന്നും പറ്റുമ്പോൾ അവർ പറഞ്ഞു അവർ ഞങ്ങളെ അവരുടെ ആന്തരിക മനുഷ്യന് യേശു ഉയർക്കുക എന്നുള്ളത് യേശുവിൻ്റെ കൂടെ നടന്നിട്ട് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ആന്തരിക മനുഷ്യൻ ആത്മാവിൽ ബലപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവിക സത്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാതെയായിപ്പോവും. പല കാര്യങ്ങളിലും കണ്ണുമടച്ച് അംഗീകരിക്കാൻ പറ്റുകയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സഭാതലത്തിലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പലർക്കും പലതും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ആന്തരിക മനുഷ്യൻ ആത്മാവിൽ അവൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളിലായിരിക്കും ഈ വ്യക്തിയുടെ നോട്ടവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു സത്യം എന്നതാണ്, നമ്മളെല്ലാവരും പൗലോസ്ലീഹ പറഞ്ഞൊരു വചനമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക: നമ്മൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. വരാനിരിക്കുന്ന ഒരു യുഗത്തെയാണല്ലോ നമ്മൾ നോക്കി പാർക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അന്യരും പരദേശികളുമായ നമ്മൾ ഇപ്പം എന്ത് ചെയ്താൽ എന്താ കുഴപ്പം? നമ്മൾ അതുകൊണ്ട് പരമാവധി അല്ല, ഞാൻ പറയും 100% നമ്മൾ ദൈവേഷ്ടം അനുസരിച്ച് വ്യാപരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ആത്മാവിൻ്റെ ഇഷ്ടം ഉപരിയായി ദൈവേഷ്ടത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം. അപ്പോൾ നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, ഇതെല്ലാം ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്ത് നോക്കിക്കേ, അവിടെ അത്ഭുതം കാണാൻ നമുക്ക് പറ്റും. ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്താൽ അതാണ് നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹായി കാണുക. ദൈവേഷ്ടത്തിന് വിട്ടുകൊടുത്ത പൗലോസ്ലീഹ അങ്ങനെ അല്ലായിരുന്നു എന്ന് നമുക്ക് അറിയാം. ദമാസ്കസിലേക്ക് അധികാരപത്രവും മേടിച്ചു പോകുമ്പോൾ ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം തരിപ്പണമാക്കാമെന്നും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റേതാണ് സത്യവും,
അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ആ ഈ പൗലോസ്ലീഹായുടെ ഉള്ളിലുണ്ടായിരുന്നു, സാവൂളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പോക്ക്. അധികാരപത്രമൊക്കെ വാങ്ങി അങ്ങ് വിശ്വാസത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. അവന്മാരുടെയൊക്കെ വിശ്വാസം ഓടിക്കാൻ എനിക്കറിയാം എന്നാ വേണ്ടത്. ചില ആളുകൾ പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആശാന്റെ പോക്ക്. എല്ലാവരെയും ഞാൻ വിശ്വാസത്തിന് വ്യതിചലിപ്പിക്കും, അങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ ദൈവം ഏകനാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഓട്ടത്തിന്റെ ഇടയ്ക്കാണ് കർത്താവിന്റെ ദൂതൻ അവനെ തള്ളി താഴെ വിട്ടത്. അങ്ങനെ നിലത്ത് വീണ ആ പൗലോസ്ലീഹ, സാവൂള് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കർത്താവെ അങ്ങ് ആരാണെന്ന്. അപ്പോഴാണ് അതിന്റെ മറുപടി വരുന്നത്, ഞാൻ നസ്രായനായ യേശുവാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ആന്തരിക മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപാന്തരീകരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് അതിഭയങ്കരമായ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ദുർസാക്ഷ്യത്തിലേക്ക് പോകും. അതാ സംഭവിക്കുക. ദുർസാക്ഷ്യത്തിലേക്ക് വിധേയപ്പെടുകയില്ല. പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് വിധേയപ്പെടും എന്നാണ്. പക്ഷെ ഇത് വിധേയപ്പെടാൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഈ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന് യോജിച്ച വിധമല്ല രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിക്കാൻ പറ്റുകയില്ല, നിഷേധിക്കത്തേ ഉള്ളൂ. എല്ലാത്തിനെയും നിഷേധിച്ചേ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിഷേധകാത്മകമായ ഒരു നിലപാട് ഒരു വ്യക്തി ആത്മീയമായി നിലനിൽക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നിഷേധകാത്മകമായ നിലപാട് ക്രിസ്തുവിൻ്റെ മനസ്സിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ, നിഷേധാത്മകമായ പ്രവൃത്തി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും രണ്ടും രണ്ടാ. പള്ളിയും പ്രാർത്ഥനയും സ്തുതിപ്പും കുർബാനയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആന്തരിക മനുഷ്യൻ ഒരു തോന്നിവാസിയാണ്. അതാണ് സംഭവിക്കുക. ഇവിടെ പൗലോസ്ലീഹ ഒരു തോന്നിവാസിയായിരുന്നു. ഇഷ്ടം പോലെ ജീവിക്കുക, ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നത് തകർത്ത് കളയുക, അങ്ങനെയുള്ള ഒരു ജീവിതത്തിലായിരുന്നു സത്യത്തില് പൗലോസ്ലീഹ ആയിരുന്നത്, സൗളായിരുന്നപ്പോൾ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉന്നതത്വ ശക്തിയേറിയ പ്രകാശമായി അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടായി, ഒരു മാനസാന്തരം ഉണ്ടായി. ഇതാ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താല് അവനൊരു രൂപാന്തരികം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കണ്ണിന്റെ കാഴ്ച പോകുക എന്നുള്ളത്. ഇത്ര നാളും കണ്ട കാഴ്ചയല്ല ഇനി ഈ പൗലോസ് കാണാൻ പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കും, യോഹന്നാന്റെ സുവിശേഷം 9:39 പറയുന്നത്, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് കർത്താവിൻ്റെ ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ്ലീഹയുടെ ആന്തരിക മനുഷ്യന്റെ കാഴ്ച വേറെ, ഭാഗ്യ മനുഷ്യന്റെ കാഴ്ച വേറെ. അങ്ങനെയാണ് പൗലോസ്ലീഹ ഇറങ്ങി വന്നത്. എന്നാൽ ദൈവം അവന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ അവന് അനന്യാസ് വന്ന് പ്രാർത്ഥിച്ചൊരു കാഴ്ച കിട്ടി, ഒരു പുതിയ കാഴ്ച. അതവൻ ജന്മന ഉണ്ടായിരുന്ന കാഴ്ചയല്ല. ഒരു ചെതുമ്പല് പോലെ എന്തോ ഒന്ന് പൗലോസിന്റെ കണ്ണിൽ നിന്ന് ഊർന്നു വീണെന്നാ പൗലോസ്ലീഹ പറയുക. അങ്ങനെയാണെങ്കിൽ അത് ജന്മനാ ഉള്ള അല്ലെങ്കിൽ പാരമ്പര്യമായ യാഥാസ്ഥികമായ ലോകത്തിന്റെ പഠനങ്ങളിലൂടെ കിട്ടിയ ഒരു കാഴ്ചയേ ആയിരുന്നില്ല ആരുടേത്? വിശുദ്ധ പൗലോസ്ലീഹയുടേത്. അദ്ദേഹത്തിന് ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു കാഴ്ചപ്പാട്, അതിന് ഭയങ്കരമായ വ്യത്യാസമുണ്ട്. എന്താ ആദ്യം ഉണ്ടായിരുന്ന കാഴ്ച എന്താണ്? അവര് പറഞ്ഞു വേറെ ഒരു ദൈവമില്ല, യേശു ദൈവമല്ല, പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ ദൈവം, യഹോവയാണ് യഥാർത്ഥ ദൈവം. അങ്ങനെ ഒരു കാഴ്ചയിലായിരുന്നു അതുവരെ പൗലോസ്ലീഹ എങ്കിൽ, അല്ലെങ്കിൽ സാവൂളെങ്കിലും. ഈ പ്രകാശത്തിന്റെ സ്നാനത്തിലൂടെ അവന്റെ കാഴ്ച പോയി. കാഴ്ച ഇല്ലാത്തവർ കാഴ്ച പ്രാപിക്കുകയും കാഴ്ചയുള്ളവരുടെ കാഴ്ച പോവുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ന്യായവിധി അവൻ ഉൾപ്പെട്ടു. അതാണ് സംഭവിച്ചത്.
അവൻ്റെ ആന്തരിക മനുഷ്യനും ഭാഗ്യ മനുഷ്യനും ഒരേ കാഴ്ചയിലേക്കും കാഴ്ചപ്പാടിലേക്കും വരികയാണ് ഈ പ്രകാശത്തിൻ്റെ സ്നാനം വഴിയായിട്ട് ഒരു പുതിയ കാഴ്ചയിലേക്ക്. ആ പുതിയ കാഴ്ചയുടെ വിശേഷമാണ് വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല നടപടി പുസ്തകത്തിലൊക്കെ നമ്മൾ കൂടുതലും വായിക്കുക. എന്താണ് അവിടെ വായിക്കുക? നമ്മൾ നോക്കുന്ന മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിന്റെ നാമം അല്ലാതെ മറ്റൊരു നാമവും ഇല്ലെന്ന് വിശുദ്ധ പത്രോസ്ലീഹയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റാതിരുന്ന ഈ സാവൂളിന് ഈ പ്രകാശത്തിന്റെ സ്നാനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ കാഴ്ച കിട്ടി. ആ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്രിസ്ത്യാനികളെയും ക്രിസ്തുമതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിച്ചിലേക്ക് കൊല്ലാനുള്ള അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോയവന് പുതിയ പ്രകാശത്തിന്റെ സ്നാനത്താൽ കിട്ടിയ പുതിയ കാഴ്ചയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതാണ് ആ വ്യത്യാസം. അവന് എന്തുമാത്രം വലിയ വ്യത്യാസമാണ് ഉണ്ടാകുക നോക്കണം. ഇത് ആന്തരിക മനുഷ്യന് പറയാൻ പറ്റും. ഇതാണ് സാക്ഷ്യത്തിന്റെ ആത്മാവ്. ഈ സാക്ഷ്യത്തിന്റെ ആത്മാവ് നമ്മുടെ ആന്തരിക തലത്തിൽ നിന്നാണ് വരേണ്ടത്. ആകാശം ഇടിഞ്ഞ് വീണാലും ശരി, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ അവസ്ഥയുണ്ടായാലും ശരി, യേശുക്രിസ്തു ദൈവവും കർത്താവുമാണെന്ന് ഏറ്റുപറയാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു സ്നാനം ഇത് ദൈവം നമുക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ അങ്ങനെ ആത്മാവിൻ്റെ ബലത്താല് അതുപോലെ ആത്മാവിൻ്റെ ശക്തിയാലും രൂപാന്തരം പ്രാപിച്ച ആളായി മാറി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ യോജിച്ച വിധം അവനിൽ വേരുറപ്പിച്ച് അവനിൽ നിന്ന് വേരുവാകി ജീവസ്രോതസ്സൊക്കെ വലിച്ചെടുത്ത് ഒരു മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു സാക്ഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുക. അവിടെ നമ്മൾ കേട്ടില്ലായിരുന്നു വചനം, അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണത. അങ്ങ് വരുമ്പോഴാണ് ഒരു സമ്പൂർണത കടന്നു വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എൻ്റെ ദൈവം മഹത്വപ്പെടുക എന്ന് ഒഴിച്ചാൽ വേറെ ഒന്നും ഞാൻ എൻ്റെ ഈ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സും ഹൃദയവും ശരീരവും ഒന്നിച്ച് ഏറ്റുപറയുമ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ പെന്തക്കോസ്താ ദിനമൊക്കെ ആചരിക്കുമ്പോൾ നമുക്ക് ഈ പരിശുദ്ധാത്മാവിലുള്ള ഒരു യഥാർത്ഥമായ ഒരു വീണ്ടെടുപ്പ് അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഭാഗ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനെയും കമ്പയർ ചെയ്ത് രണ്ടുപേരെ ഒരുപോലെയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാകും. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ അതിങ്ങനെ കുറേ നാൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി, പിന്നെ അതുകൊണ്ടൊന്നും വലിയ പ്രവൃത്തിയൊന്നും പ്രവർത്തിക്കുക, ധ്യാനമൊക്കെ കുടുംബത്തിന് അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ വരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു, പരിശുദ്ധാത്മാവ് ഇടപെടാനായിട്ട് തുടങ്ങി. പക്ഷെ അത് അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നില്ലെങ്കിലോ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങളെ തിരിച്ചറിയാം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ബൈബിൾ വായിക്കുക. അപ്പം ബൈബിൾ വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ പോയിന്റാണ് നമ്മൾ വചനം വായിക്കുക. വചനം വായിക്കുമ്പോഴത്തെ പ്രത്യേകത എന്താണ്? വചനം ദൈവമാണ്. അപ്പൊ ഒരു വ്യക്തി 1 മണിക്കൂർ വചനം വായിച്ചാൽ 1 മണിക്കൂർ ദൈവത്തോട് ചേർന്നിരുന്നേ. 2 മണിക്കൂർ വചനം വായിച്ചാൽ ആ വ്യക്തി 2 മണിക്കൂർ ദൈവത്തോട് ചേർന്നിരുന്നേ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുക. അപ്പോൾ അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് ഒത്ത വിധം നമുക്ക് രൂപാന്തരം പ്രാപിക്കാം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. ഒരിക്കല് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ലോകത്തോടുള്ള ആസക്തി നിമിത്തം ദേമാസ് ഞങ്ങളെ വിട്ടുപോയെന്ന്. ലോകത്തോടുള്ള ആസക്തി വരുന്നതിൻ്റെ കാരണം എന്താണ്? ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് ആ വിശുദ്ധ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അവൻ്റെ ആന്തരിക മനുഷ്യൻ വേരുപാകിയത് ലോകത്തിലും ലോകത്തിൻ്റെ മോഹങ്ങളിലുമാണ്.
അപ്പൊ നമുക്ക് ഈ ഈ ദിവസങ്ങളിൽ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ഈ രണ്ടാം പെന്തക്കോസ്ത് അനുഭവത്തിന്റെ ഒക്കെ ഇതിലേക്ക് പോരുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യനെ ഭാഗ്യ മനുഷ്യനെ ഒന്ന് വെച്ച് നമുക്കൊന്ന് പഠിക്കാൻ പറ്റണം. ഈ ഭാഗ്യ മനുഷ്യന്റെ ദേഷ്യം വീട്ടിലെന്തിനാ കയർക്കലും ബഹളവും, വീട്ടിൽ പിള്ളേരോടാണേലും ഭാര്യയോടാണേലും ഭർത്താവിനോടാണേലും ഒച്ചപ്പാടും ബഹളവും ഒക്കെയാ. എന്നാ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലും അങ്ങനെയുള്ള സമ്മേളനങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും അയ്യോ മാനേ കൊച്ചേ എന്നാ ചേട്ടായി, അല്ലെങ്കിൽ എന്നാടി, എന്തൊരു സ്നേഹമാ. അവരെ ആ സ്നേഹം കാണുമ്പോഴത്തേനും മറ്റുള്ളവർ പറയും എന്തൊരു സ്നേഹമുള്ള കുടുംബമാകട്ടോ, കുടുംബമാണേലും ഇങ്ങനെ വേണം, ഞങ്ങളുടെ വീട്ടിലാണ് എന്നും അടിയും വഴക്കും വെക്കാണോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇതിന്നൊക്കെ ഒരു വിഭിന്നമായിട്ട് നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് മാച്ച് ചെയ്യണം നമ്മുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ പുറമേയുള്ള സ്വഭാവം തന്നെ നമ്മുടെ വീട്ടിലും സ്നേഹത്തിൽ വേരുവാകി നമുക്കൊന്ന് അടിയുറയ്ക്കാം. നമ്മൾക്ക് നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാകട്ടെ, സ്നേഹത്തിൽ വേര് വാങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിനും ഭയങ്കരമായ വ്യത്യാസം, കർത്താവ് കൂടെ നടക്കുന്നൊരു അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. അതിനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ രാത്രി നമ്മൾ വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമാണ്, എൻ്റെ ആന്തരിക മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ഓരോരുത്തരോടുള്ള സംസാരം, പെരുമാറ്റം, ജീവിത രീതി, ഭക്ഷണം കഴിക്കൽ, ഭക്ഷണത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ സുഖങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിയെടുക്കണം. നമ്മളെ അങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ ആന്തരിക മനുഷ്യനെ ഭാഗ്യ മനുഷ്യനെ നിരീക്ഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് നമുക്കൊരു രൂപാന്തരീകരണത്തിലേക്ക് നമുക്ക് വരാം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുക. ഒരു മാനസാന്തരം ഇനിയും നിങ്ങൾ മാറ്റിവെക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനസാന്തരം എന്ന് പറയുന്നത് യേശുവിനെ വിളിക്കൽ മാത്രമായി അവസാനിക്കരുത്, പള്ളിയിൽ പോകൽ മാത്രമായി അവസാനിക്കരുത്. മറിച്ച് നമ്മുടെ മാനസാന്തരം നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു നമ്മുടെ ആത്മാവിൻ്റെ ബലത്താൽ നിറഞ്ഞ് പുതിയ സൃഷ്ടിയായിട്ട് മാറി അതനുസരിച്ചുള്ള പെരുമാറ്റം. ഒരു നല്ല വാക്ക് പറഞ്ഞില്ലേലും അതിൽ ആനന്ദം കൊള്ളാനായിട്ട്, എന്തെങ്കിലും തകർച്ചയുള്ള പ്രശ്നങ്ങളുണ്ടായാലും അതിൽ ആനന്ദം കൊള്ളാനായിട്ട് ഒക്കെയുള്ള ഒരു സ്വഭാവ വിശേഷതയല്ല, സ്വഭാവ സവിശേഷത നമ്മൾക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് ആന്തരിക മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃപാവരങ്ങളിൽ നിറയുന്ന ഒരു ആന്തരിക മനുഷ്യൻ നമുക്കുണ്ടാവുക. എല്ലാ കാര്യങ്ങളും സംതൃപ്തമായ മനസ്സ്, ഇല്ലെങ്കിൽ പരാതി. ഇങ്ങനെ ആന്തരിക മനുഷ്യൻ ബലപ്പെട്ടില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വഴക്കും വക്കാണും, എന്നും പരാതിയേ ഉണ്ടാവുകയുള്ളൂ. കെട്ടിയോൻ സ്നേഹിച്ചില്ല, കെട്ടിയോളെ സ്നേഹിച്ചില്ല, പിള്ളേര് സ്നേഹിച്ചില്ല, ഒന്നും തന്നില്ല, ഒന്നും പറഞ്ഞില്ല, എന്നെ മാത്രം കൊണ്ടുപോയില്ല, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയി, ഞാനിങ്ങനെ എന്തിനാ ജീവിക്കുന്നത് ഇവിടെ, ഇതിനൊരു കാര്യമില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കയറി വന്ന് സത്യത്തിൽ അത് നമ്മളെ അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഡബിൾ പേഴ്സണാലിറ്റി ആയി പോകും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരിക്കും പറഞ്ഞ ആത്മാവിലൊന്ന് വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കാം. ഈ പെന്തക്കോസ്ത് നാളിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനൊരു ഒന്നാം സ്ഥാനം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതത്തിന് അനുസൃതമായുള്ള രൂപാന്തരീകരണത്തിന് വേണ്ടി നമുക്ക് ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പൂരിതരാകാൻ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ആത്മാവിൻ്റെ ബലം അവർക്കില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തു അവരോട് സംസാരിച്ച് അവരുടെ കണ്ണുകളെ തുറപ്പിച്ച് അവരെ തിരിച്ച് ജെറുസലേമിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പൂർണ്ണത ആവശ്യമാണ്. കുറേയൊക്കെ ഞാൻ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ പണ്ടത്തെ പോലെ അത്രയൊന്നും നുണയൊന്നും പറയുന്നില്ല, പണ്ടത്തെ പോലെ അത്രയൊക്കെ ദൂർത്തൊന്നും എനിക്കില്ല. അങ്ങനെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുക അതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിനൊരു പൂർണ്ണമായൊരു വിടുതൽ, ക്രിസ്തുവിനോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഒക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ വചനത്തിലേക്ക് നമുക്കൊന്നും കൂടെ തിരിച്ചു പോകാം. അവൻ്റെ സമ്പന്നതയ്ക്കും അവൻ്റെ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നമുക്ക് നമ്മുടെ ആത്മാവിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രൂപാന്തരപ്പെടുത്താനായി ദൈവസന്നിധിയിൽ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിലൊക്കെ യേശു ഉച്ചത്തിൽ പറഞ്ഞത് അങ്ങനെയല്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ നമുക്ക് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ നമ്മളെ ആത്മാവിൽ നിറയ്ക്കും.
നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. നമ്മുടെ വാക്കുകൾ ചിന്തകൾക്കെല്ലാം രൂപാന്തരീകരണം വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിത രീതി ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, നീ ഏറ്റെടുക്കണം എന്നെ 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 അങ്ങിൽ വേരുവാകാന്. കർത്താവെ, എൻ്റെ വേരുകൾ അങ്ങിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് ഇടയാകണം. ലോകത്തിന്റെ മോഹങ്ങളിലും ഒന്നുമല്ല കർത്താവെ ഞാൻ നിറയേണ്ടത്, മറിച്ച് അങ്ങിലാണ് ഞാൻ ആയിരിക്കേണ്ടത്. 20-ാമത്തെ വാക്യം എഫെസ്യ ലേഖനം 3:20 നമ്മൾ വായിക്കും. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, അത് പരിശുദ്ധാത്മാവാണ്. ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന, നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും, എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതിൻ്റെയൊക്കെ 1000 മടങ്ങ് ചെയ്യാൻ പറ്റുന്നവനാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മുടെ വിജയം കേട്ടോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും എല്ലാം വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഈ കർത്താവ്, ആ കർത്താവിലാണ് നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ആ കർത്താവാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത്. ആ കർത്താവാണ് നിന്റെ മുമ്പിലും പിറകിലും നിനക്ക് കാവൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരുന്ന് നമ്മളെ ജീവിതത്തെ നമ്മൾ പുനഃപരിശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യ മനുഷ്യനെ, ആന്തരിക മനുഷ്യനെയൊക്കെ ഒന്ന് ഉടച്ചു വാർത്ത് ഒന്നാക്കി മാറ്റണം. ഈ രണ്ടെണ്ണവും രണ്ടായിട്ട് നിൽക്കരുത്, മൂരും മുതിരയും പോലെ, മറിച്ച് ഇത് രണ്ടിനെയും കൂടെ ഒന്നാക്കി മാറ്റണം. ആ ഭാഗ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും ഒരുപോലെയായി, ഒരേ സ്വഭാവം, ഒരേ രീതി, ഒരേ ചിന്താഗതി എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആന്തരിക മനുഷ്യനും ഭാഗ്യ മനുഷ്യനും മാറി നമ്മൾ ഈ ആന്തരിക മനുഷ്യനിലേക്ക് ഭാഗ്യ മനുഷ്യനെ ചേർത്ത് വെച്ച് ആത്മാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വ്യാപരിക്കുമ്പോൾ ഭയങ്കരമായൊരു വ്യത്യാസം നമ്മുടെ ജീവിതം വഴിയായി ഉണ്ടാകും. അപ്പൊ അതിനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചു വെച്ചിരിക്കുന്നതും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആന്തരിക മനുഷ്യനെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം എൻ്റെ ആന്തരിക മനുഷ്യനെ അവിടുന്ന് ഏറ്റെടുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ വാക്കുകൾ, ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഇതെല്ലാം എൻ്റെ ഭാഗ്യ മനുഷ്യൻ്റേതുപോലെയല്ല എൻ്റെ ആന്തരിക മനുഷ്യൻ്റേത്. ആന്തരിക മനുഷ്യൻ കുറച്ചും കൂടെ മോശപ്പെട്ട ലെവലിലാണ് നിൽക്കുന്നത്. തിന്മയിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും ജഡത്തിൻ്റെ സുഖങ്ങളിലും ഒക്കെ മുഴുകി നിൽക്കുന്നതാണ് എൻ്റെ ആന്തരിക മനുഷ്യനെങ്കിൽ കർത്താവെ, എൻ്റെ ആന്തരിക മനുഷ്യനെ അങ്ങ് ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ, കൃപയാൽ നിറയ്ക്കണമേ. നന്നായി ഒന്ന് സ്തുതിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെടാനും ശക്തി പ്രാപിക്കാനും പുതിയ സൃഷ്ടികളാകാനും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിലെ വേരുവാകി അടിയുറച്ച് ഒരു ഭാഗ്യവും ആന്തരികവും അവസ്ഥയെല്ലാം ഒന്നായി തീരാൻ, ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഒന്നും ഇല്ലാതെ നമ്മൾ ദൈവത്തിൽ ഒന്നായി തീരാൻ, നമ്മുടെ വാക്ക്, ചിന്ത, പെരുമാറ്റം എല്ലാം ഒരുപോലെയായി തീരുവാൻ അവർ ഒരു മനസ്സും ഒരു ഹൃദയമുള്ളവരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതായിരുന്നു ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര. അവർ ഒരു മനസ്സ്, ഒരു ആത്മാവ് ഉള്ളവരായിരുന്നു. അങ്ങനെയുള്ള ഒരേ മനസ്സിൽ ഒരേ ആത്മാവിലുള്ളവരായിട്ട് നമുക്ക് നിലകൊള്ളാം. നമുക്ക് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും വിവരവും അറിയുവാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയ വിശാലതയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകം ജനമേ, അഭിഷേകം ജനമേ, കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, മരണത്തിന് മുമ്പിലും ജീവിതത്തിന് മുമ്പിലും പ്രശ്നങ്ങളുടെ മുമ്പിലും പ്രതിസന്ധികളുടെ മുമ്പിലും സുഖഭോഗങ്ങളുടെ സൗജന്യമായ ദാനങ്ങൾ തരുന്ന സാത്താന്റെ കെണിയിൽ വീഴാതെ അങ്ങനെ അടിയുറച്ചു നിൽക്കുവാൻ എന്ത് വന്നാലും വീണു പോകാതെ, തകർന്നു പോകാതെ
അങ്ങിൽ അടിയുറച്ചു നിൽക്കാനുള്ള കൃപാവരത്തിന്റെ സമ്പന്നത നൽകണമേ. പ്രഭാവരങ്ങളുടെ സമ്പന്നത നൽകണമേ കർത്താവേ. കൃപാവരങ്ങളുടെ സമ്പന്നത നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ സമ്പന്നത തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ്, അഭിഷേകം, കൃപയുടെ സമൃദ്ധി ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ഞങ്ങളുടെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും എല്ലാം ഒന്നായി തീരട്ടെ കർത്താവേ. ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും ഞങ്ങളുടെ പ്രവൃത്തികളും അങ്ങയുടെ മുമ്പിൽ ഒന്നായി തീരട്ടെ കർത്താവേ. ഞങ്ങൾ വിശുദ്ധരായി രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ചവണ്ണം ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി വിശുദ്ധാത്മാക്കളായി ഈ സമൂഹത്തിലുള്ള എല്ലാവരും രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും സിസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് വേണ്ടി അവിടുന്ന് ഒരുക്കിയ നിമിഷങ്ങൾ ഓർത്ത് നന്ദി പറയാം. സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ അനേക മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കുവാനുള്ള കൃപയും നിത്യരക്ഷയിലേക്കുള്ള വഴിയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവളിനോട് വസിക്കുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കാനുള്ള ജ്ഞാനവും അറിവും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിച്ചേ. കരങ്ങളോടുകൂടി ദൈവം കേട്ട് കർത്താവിയും വചനങ്ങളുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. മലകളെ നിരപ്പാക്കുകയും വിശ്രവാദികൾ തകർക്കുകയും ഇരുമ്പാടവൽ ഒടുക്കുകയും ചെയ്യുന്നത് കൽപ്പിച്ച് കർത്താവ് ഞങ്ങളുടെ ആത്മീയ ഭൗതികമായ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അങ്ങയുടെ ചിറങ്കീടിലായിരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കാം. ജോബി ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാത്യു ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അർഷായ് മാത്യു ബ്രദറിനെയും വൈഫിനെയും ശാരീരിക അസ്വസ്ഥതകളുടെ മേലും മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രമേശ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രമേശ് ബ്രദറിന് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെയും ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്യോതിഷനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അജിത് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജിത് ബ്രദറിന്റെ അമ്മയുടെ ശാരീരിക അസ്വസ്ഥതകളുടെ മേലും വീട് പണിയുടെ മേലും വൈഫ് ജെസ്സി സിസ്റ്ററിന്റെ ശാരീരിക അസ്വസ്ഥതകളുടെ മേലും കർത്താവേ അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെലീന സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സെലീന സിസ്റ്ററിന്റെ ശാരീരിക അസ്വസ്ഥതകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജീവ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജീവ് ബ്രദറിന്റെ കുടുംബത്തെയും സമർപ്പിക്കാൻ. രഞ്ജിനി സിസ്റ്റർ നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉല്ലാസ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉല്ലാസ് ബ്രദറിന്റെ അമ്മയുടെ ശാരീരിക അസ്വസ്ഥതകളുടെ മേലും ഉഷസ് എന്ന മകന്റെ കല്യാണത്തിന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോയ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ മക്കളുടെ വിദ്യാഭ്യാസങ്ങളുടെ മേലും മറ്റുള്ള ശുശ്രൂഷകളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സണ്ണിയേട്ടനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സണ്ണിയേട്ടനെയും ശാരീരിക അസ്വസ്ഥതകളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമോൻ ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിജോ ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് മകന്റെ ശാരീരിക അസ്വസ്ഥതകളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിതിൻ ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സതീഷ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ ലൂയിസ് ബ്രദറിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷേർലി സിസ്റ്ററിന്റെ ശുശ്രൂഷകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
മറിയക്കുട്ടി സിസ്റ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മരിച്ചുപോയ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗ്ലാഡിസ് സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്യോതി സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ ശാരീരിക അസ്വസ്ഥതകളുടെ മേലെ മരിച്ചുപോയ നിത്യ സൗഭാഗ്യത്തിലേക്ക് ചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റജി ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കരുണ ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരിക അസ്വസ്ഥതകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാവിയോ ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാവിയോ ബ്രദറിന്റെ വൈഫിന്റെ ശാരീരിക അസ്വസ്ഥതകളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ദാനമായി